ഹലോ, ഞാനപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ പരിസരത്തെ ഒരു കാര്യം പറയാനായിട്ട്. ഇവിടുത്തെ അത് വളരെ മോശപ്പെട്ട രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഇന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോണേണ് ഇവിടെ. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഈ ഹെൽത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരെ വിടുന്നുണ്ട്, ഓരോരുത്തർ വരുന്നുണ്ട്. ഈ പരിസരത്ത് നിങ്ങൾ ഹെൽത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഈ പരിസരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇവിടെ പല ആൾക്കാരും രോഗികളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ്, ശ്വാസം മുട്ട്. ഇവിടെ കൊച്ചു കുട്ടികളർത്തി ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഷെയർ ചെയ്തത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം, ഇത് കാണുന്നവരെല്ലാവരും നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തണം, ഈ ഒരു പരിസരത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ വീഡിയോസ്, രണ്ടാമത്തെ വീഡിയോസ് ഞാൻ ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവർക്ക് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ആരുമില്ല, ഒരാൾ പോലും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ഷെയർ ചെയ്ത് ആളെ കാണിക്കാനാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങൾ. ഇവിടെ എലിയില്ലേ, എലി ഓടണത് ഉണ്ടല്ലോ, പാസഞ്ചർ പോണ പോലെയാണ്. ഒന്ന് വരുമ്പോൾ അടുത്തൊന്ന് എലിപ്പനി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയും നിങ്ങൾക്ക് എലിപ്പനി വന്നുണ്ട്, അത് വന്നുണ്ട്, വെള്ളം ഇതാക്കണമെന്ന്. ഇവിടെ ഓരോ ലൈനും പൊട്ടിക്കിടക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടേ, ഇപ്പം എൻ്റെ മരുമോന് ചൂല് പോയി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇതേ ക്ലീൻ ചെയ്യണേണ്. അത്രക്കും ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് ആരും വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യണില്ല. ലൈനൊക്കെ പൊട്ടിക്കിടക്കണേണ്. കാണേൻ്റെയൊക്കെ അവസ്ഥ നോക്കി. ഇനി നിങ്ങൾ ഹെൽത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇനി സംസാരിക്കേ. വെറുതെ അങ്ങോട്ട് വന്നിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ച് തേങ്ങ ചിരട്ടയിൽ വെള്ളം നിറഞ്ഞെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കണുണ്ടല്ലോ. എന്തുകൊണ്ട് ഇതുപോലുള്ളൊരവസ്ഥ നിങ്ങൾ വന്നില്ലല്ലോ? ഈ പരിസരത്തേക്കൊന്നും നിങ്ങൾ വന്നില്ലല്ലോ. ഇവിടെ മൊത്തം ഇവിടെ ക്ലീൻ ചെയ്യണേന്ന് കണ്ട. ഇത് നിങ്ങൾ പറയണതിനനുസരിച്ചിട്ട് 200 വേണമെന്ന് പറയുമ്പോൾ 200 തരും, 300 വേണമെന്ന് പറയുമ്പോൾ 300 തരും. എന്നിട്ട് പോലും ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിലൊക്കെ കാശ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യണത്. ഇതുണ്ട് ഇവിടത്തേക്ക് ഒരവസ്ഥ നിങ്ങൾ നോക്ക്. ഹെൽത്തിൽ നിന്ന് ഒരാൾ പോലും ഇത് ഈ കാഴ്ച കാണാൻ പറ്റില്ല. ഇതേണ്ട കുടിക്കണ വെള്ളം എടുക്കണ ഒരു പൈപ്പാണ് ഈ കാണുന്നത്. കുടിക്കണ വെള്ളം എടുക്കണം, ജനങ്ങൾ കുടിക്കണ വെള്ളമാണ് ഈ കാണുന്നത്, പൈപ്പിൻ ചോടാണ് ഈ കാണുന്നത്. കണ്ട ഇതിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. വരുമ്പോൾ മാത്രം ഇവിടെ ആൾക്കാർ വരും. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചോദിച്ച് ആൾക്കാർ വരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാവരും വരും, എല്ലാ ഇടവഴിയിലും കയറും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാളും ഉണ്ടാവില്ല ഇവിടെ തിരിഞ്ഞു നോക്കാനായിട്ട്. ഞാനിവിടുത്തെ കൗൺസിലറിനോട് അച്ചുക്കാനോട് എത്രയോ വട്ടം പറഞ്ഞ് ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസം തീരാനായി ഇവിടെ ആരെയും കണ്ടിട്ടില്ല. അടുത്ത മാസത്തോടുകൂടി അവരെ കൗൺസിലർ സ്ഥാനം തീരണേണ്. ഇനി അടുത്ത കൗൺസിലർ ആരാണെന്ന് വെച്ചാൽ അവർ വരും വോട്ട് ചോദിച്ച് വോട്ട് കൊടുക്കും. ഇവിടെയുള്ള ജനങ്ങൾ വിഡ്ഢികളാണ്. അവരാ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. എന്നിട്ട് അവരങ്ങോട്ട് പോകും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും. നമ്മുടെ ഒരു കാര്യത്തിനും ആരുമില്ല. റോഡിൻ്റെ അവസ്ഥ ഭയങ്കരമാണ്, മോശമാണ്. ഈ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇത് കണ്ടോ, ഇതാ ഇത് കൊടുക്ക്. ഒരു കാല് പോയി കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ ഇത് നോക്ക്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം കാണുന്നത്. കണ്ട കമ്പിയാണ് കൂർത്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഒരു കോർപ്പറേഷൻ പൈപ്പ് വന്ന അടയാളമാണ് ഇപ്പം ഈ കാണുന്നത്. കോർപ്പറേഷൻകാർ വന്ന് ഇത് മൊത്തം ഇവിടെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് പോയിട്ട് ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇതുവരെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നുവെച്ചാൽ കോർപ്പറേഷൻകാർ കുറേ പൈപ്പ് കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ച് വെള്ളം വരുന്നുണ്ടാ, വെള്ളം വരുന്നില്ല, ബില്ല് വരുന്നുണ്ട്. അത് വലിയ ഉപകാരം. ബില്ല് വരുന്നുണ്ടല്ലോ, അതടക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. വെള്ളം വന്നില്ലെങ്കിൽ എന്നാണ് വെള്ളോടും പോയാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെള്ളം വരുന്നുണ്ട്. ഞങ്ങൾ വാടകക്കാരാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഓണറിനോട് ഞങ്ങൾ പറഞ്ഞ് ഇതാക്കിയാൽ അങ്ങോട്ട് അത് വാട്ടർ അതോറിറ്റി എന്ന് പറയാതെ ഒന്നും നടപടിയായിട്ടില്ല. പിന്നെ റോഡിൻ്റെ ഇത് കോർപ്പറേഷൻകാർ വരും, അടിച്ചു കൂട്ടും. പെണ്ണുങ്ങൾ വന്ന് അവിടെ അടിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ അവർ അടിച്ചു കൂട്ടി വെച്ചതാ. ഇതല്ല കണ്ട, ഇത് അവർ അടിച്ചു കൂട്ടി വെച്ചുകൊണ്ടും പോയതാണ്. ഇത് പൈപ്പാണിത്, അവിടെ നിന്നിട്ടാണ് വെള്ളം എടുക്കണത്. അത് കഴിയുമ്പോൾ ഹെൽത്തിൽ നിന്ന് കുറച്ച് ഈ നിന്ന് വരും ആശാ വർക്കർമാർ.
ഡെങ്കിപ്പനി ഉണ്ടാ എല്ലാ പനി ഉണ്ടാകുന്ന ചോദിച്ചുകൊണ്ട് അവർ പനി ഉണ്ടാകുന്ന ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അത് ചെയ്ത് ഇത് ചിരട്ട ടയറ് ട്യൂബ് എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അന്ന് ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരാളെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യിക്കാനൊന്നും ഒരാളും ഇല്ല. കൗൺസിലർമാരൊട്ടുമില്ല. ഇവിടെ ഇനി ഒരോട്ടും ചോദിച്ചിട്ട് ഒരാളും വരികയും വേണ്ട, ഒരാളോട്ട് ഓട്ടും ചെയ്യുകയുമില്ല, ഒരാളും വരണ്ട. കൗൺസിലർമാരും വരണ്ട, എം പിമാരും വരണ്ട, MLA മാരും വരണ്ട, ഒരാളും വരണ്ട. ഇവിടെ ഒരാളും കഴിഞ്ഞ അല്ല പിന്നെ നമ്മളെന്ത് പറയാനാണ്, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ഈ മാസം വരും എന്ന് പറയാനുണ്ട്. ഈ മാസം 30-ാം തീയതി വരെ കാക്കും. 1-ാം തീയതി എന്താ വെച്ചാൽ ആക്ഷൻ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണേണ്. നമ്മളും പറഞ്ഞോട് പറച്ചിട്ട് പറഞ്ഞു നമ്മുടെ 2 വീട് നശിഞ്ഞ ഇത് കാരണം ഉള്ളില് പാമ്പ് വരെ കയറിയില്ലേ. പാമ്പില്ലേ, പാമ്പ് കുഞ്ഞുങ്ങളാണ് ഈ മരത്തിന്ന് വീടിരുന്ന അച്ചുക്കാരോടുള്ള പച്ചുക്കെന്നാണ് പറഞ്ഞത്. ചെറിയ പാമ്പല്ലേന്ന്, ചെറിയ പാമ്പല്ലേന്ന്. മുറിന്റെ ഉള്ളിൽ കയറി മനുഷ്യൻ കിടക്കണ വീട് ചെയ്തു. ഞങ്ങൾക്ക് കിടക്കണ്ടേ, നമ്മൾക്ക് ഇപ്പൊ പണിയാനും അതിനുള്ള പണമൊന്നും നമ്മട്ടെ ഇല്ല. ചോർന്നിട്ട് കിടക്കാൻ പറ്റില്ല. എന്നിട്ടാണ് 15,000 കൊണ്ട് ഒരു കൊമ്പ് വെക്കും. അപ്പൊ അതിന്റെ 4 ഇരട്ടിയായി കിടക്കുന്നത്. ഈ മരത്തിന്റെ കൊമ്പ് വെട്ടാൻ പറഞ്ഞില്ലേ, അച്ചുക്ക പറയാണ് നിങ്ങൾ കോർപ്പറേഷനിൽ ചെന്ന് പറയാൻ പറഞ്ഞു. ഞമ്മ കോർപ്പറേഷനിൽ പോയി, ഹെൽത്തിൽ പോയി, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മരം വെട്ടണ ആൾക്കാരെ കൊണ്ട് നോക്കിക്കാൻ പറഞ്ഞു. വെട്ടണ ആൾക്കാരെ കൊണ്ട് നോക്കിക്കാൻ പറഞ്ഞിട്ട് നോക്കിച്ചപ്പോൾ അവർ 50,000 രൂപ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ റൗണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അച്ചുക്ക പറഞ്ഞ് ഒരു കാര്യം ഞാനൊരു 5,000 രൂപ തരാം. എത്ര രൂപ? 5,000 രൂപ. ബാക്കി 45,000 രൂപ ഞങ്ങൾ ഉണ്ടാക്കുക. പിന്നെ കോർപ്പറേഷൻകാർ ഫണ്ടൊക്കെ ആക്കി ഇരിക്കണമെന്തിനാണ്? ഇവരെയൊക്കെ വീട് പണിയാനും ഇവരെയൊക്കെ മക്കളെ UK ലണ്ടനിലൊക്കെ വിടാനായിട്ടാണോ? അല്ലല്ലോ. ഇവിടെ പാമ്പ് കടിയേറ്റിട്ട് ആരെങ്കിലും മരിച്ചാൽ വരും അനുശോചന രേഖപ്പെടുത്താൻ. അന്ന് ആ പാമ്പിനെ കൊണ്ട് ഇവരെ കുത്തിക്കും ഞങ്ങ, അത് ഉറപ്പാണ്. 1 2 3 4 5 പെൺപിള്ളേരുണ്ട്. എന്തുണ്ടോ ഇവിടുത്തെ എത്ര ചാക്കാണ്? എത്ര ചാക്ക്? ഇത് നാളെ തന്നെ ക്ലീൻ ആക്കാവുന്നതിൻ്റെ മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ടിട്ടാണ്, കയ്യിലൊരു ഗ്ലൗസ് പോലും ഇല്ല, കൈ കൊണ്ടിട്ടാണ് എടുക്കണത്. ഇത് കണ്ട, ഈ 1/2 സെൻറ്റ് സ്ഥലം ഉണ്ടാകുന്നറിയില്ല, അതിൽ നിന്ന് കിട്ടിയ ചവറാണ് ഈ കാണുന്നത്. എൻ്റെ മരുമോൻ കയ്യിലെ കാശ് കൊടുത്തിട്ട് ചാക്ക് വാങ്ങിച്ച് ചാക്കിനകത്ത് ആക്കി വെച്ചേക്കണേണ്. കണ്ട, അതിനേലും വലിയ രസമാണ്. ഇത് കണ്ട, പൈപ്പ് ലൈനൊക്കെ പൊട്ടിക്കിടക്കണേണ്. ഈ വെള്ളമാണ് ആൾക്കാർ മോട്ടർ അടിച്ച് എടുക്കണത്. എങ്ങനെ അസുഖം പിടിക്കാതിരിക്കും? എങ്ങനെ അസുഖം പിടിക്കാതിരിക്കും? ഒന്നരാട് ഇവിടെ ചവറുകാർ വരണുണ്ടെന്ന് പറയണം. എന്നിട്ട് ഈ ചവറ് എടുക്കണില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുത്തെ അവസ്ഥകൾ. എല്ലാവരും ചാക്കിലാക്കി വെച്ച് കൊടുക്കുമെന്ന് പറയണം. എന്നിട്ടാണ് ഇങ്ങനെ കിടക്കണമെന്ന് നോക്ക്. ഇതിപ്പോൾ എൻ്റെ മരുമോന് കയ്യിലെ കാശ് കൊടുത്ത് സാധനങ്ങൾ മേടിച്ച്
ക്ലീൻ ചെയ്തിട്ടേക്കണം.